അവർ എ സി കിടക്കുന്നത് നമ്മൾ കൊതുകടി കൊണ്ട് ഈ മണ്ണിൽ കിടക്കുന്നതിന് കുഞ്ഞുമക്കളെ 3 കുഞ്ഞുമക്കളെ ഞാനും ഭാര്യയും തള്ളയും കിടക്കുന്നത്. ഇതുവരെ കാണണം. ഇത് നമ്മളെ കേന്ദ്രവും കാണണം, സ്റ്റേറ്റുകളും കാണണം, ഉദ്യോഗസ്ഥന്മാരും കാണണം. ഇവരാരെങ്കിലും ഒരു ദിവസം ഈ മണ്ണിൽ വന്ന് കിടക്കുന്നവർ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഓടി ഓടി അവിടെ കിടന്ന് വീട്ടുവേലകൾ ചെയ്യുന്നത്. രാത്രി 9 മണിക്ക് വരെ ഞാൻ വീട്ടുവേല ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരിടത്ത് പോയെന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടം അലന്ന് 3 വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്തു. പൈസ കിട്ടുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നമ്മൾ നികുതി കാശല്ലേ ഇവർ നമ്മൾ മേടിക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായാലും MLA ആയാലും മന്ത്രി ആയാലും മേടിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനിച്ചതല്ലേ, നമ്മൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ. ആണോ? ഒരു മനുഷ്യന് പരിഗണന കൊടുക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വേദനയോട് കൂടിയിട്ട് മറ്റൊരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോട്ടയം പറക്കുളത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കോട്ടയം പറക്കുളം സ്വദേശിയായിട്ടുള്ള ദിനേശിന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദിനേശിന്റെ വീടിന് മുന്നിൽ എന്ന് പറയുമ്പോൾ ദിനേശ് ഒരിക്കലും വീടിനുള്ളിലില്ല. ദിനേശ് വീടിന് പുറത്താണ്. കഴിഞ്ഞ 9 ദിവസമായി വീടിന് പുറത്ത് കഴിയുന്ന ദിനേശിനെ കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ദിനേശ് ഞങ്ങളെ ഈ വിവരം അറിയിച്ചത്. കേരള ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഒരു കുടുംബത്തിലെ 6 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ പ്രായമുള്ളവരും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ 6 പേർ കഴിഞ്ഞ 9 ദിവസങ്ങളായി വീടിന് പുറത്ത് കഴിയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ പ്രദേശവാസികളാവട്ടെ എല്ലാവരും മനസ്സ് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ മെമ്പർ അടക്കമുള്ളവർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ എന്നാണ് അറിയാൻ കഴിഞ്ഞ ഒരു വസ്തുത. ഇപ്പൊ എന്റെ കൂടെയുള്ളത് ദിനേശ് ചേട്ടനാണ്. ദിനേശ് ചേട്ടൻ ഒരുപാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം രോഗാവസ്ഥയിൽ കൂടെയാണ്. അതാണ് ഏറ്റവും അധികം വിഷമമുള്ള കാര്യം. കഴിഞ്ഞ 9 ദിവസമായി ചേട്ടൻ പുറത്താണല്ലേ? 9 ദിവസം കൊണ്ട് ബാങ്കിൽ എന്നെ ജപ്തി ചെയ്യാൻ വന്ന് അവർ ഒരു മാസം തന്നെ വന്നിട്ട് പോയിട്ട് അന്ന് ഒരു ഭീഷണിപ്പെടുത്തിയായിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച വന്ന് ഒരു 4-4:30 വന്നിട്ട് ഇപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞല്ലേ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു വന്ന് എല്ലാം സാധനമാരി ഇടാൻ. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മോള് മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് അവർ വന്ന് വേളുണ്ട് 7 പേരുണ്ടായിരുന്നു. ഒരു 3 വനിതകളും മറ്റുള്ള ഒരു പോലീസുകാരനും. അങ്ങനെ ബാക്കിയുള്ളവരും കൂടെ വന്ന് സാധനമൊക്കെ വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അല്ലെ അവരങ്ങ് പൂട്ടിയിട്ട് ഞാനും 3 പൊടി കൊച്ചുങ്ങളും ഭാര്യയും പിന്നെ ഭാര്യയുടെ അമ്മയും നമ്മളെ ഇത്രയും പേര് ഈ 9 ദിവസം കൊണ്ട് നമ്മൾ ഈ പുറത്ത് കിടക്കുന്നത്. ഈ കാണുന്ന ഈ മുറ്റത്ത് നമ്മൾ കിടന്നുള്ളത് കഞ്ഞി പോലും വയ്ക്കാൻ നമുക്ക് സമയമില്ല. കാരണം ഒരു മനുഷ്യൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിലാക്കുക ഇവർ ഏത് രൂപത്തിൽ പറഞ്ഞ കൂടെ നമ്മളെ സംരക്ഷിക്കുന്ന. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരല്ലേ, നമ്മൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ. ആണോ? ഒരു മനുഷ്യന് പരിഗണന കൊടുക്കട്ടെ. ഇതെന്താ ഇവർ എന്ത് ഭരണകൂടങ്ങളാണ് കാണിക്കുന്നത്? ബാങ്ക് പൈസ നമുക്ക് അടച്ചു തീർക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് ചേച്ചിയാണ്. ഞാൻ അവരുടെ അവധിയാണ് ചോദിച്ചത്. എങ്ങനെയായിരുന്നു ഈ ബാങ്കിന്റെ ബാധ്യത നിങ്ങൾക്ക് ഇത്രത്തോളം കൂടിയത്? എങ്ങനെയായിരുന്നു? ഞാനൊരു 7 ലക്ഷം രൂപ എടുത്തുമ്പോഴാണ് 2 വർഷം കൊറോണ വന്നായിരുന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ ആ കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ 2 വർഷം ആകുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ തിമിരാകുമ്പോൾ 2 വർഷമായി. ഇപ്പോൾ ഒരു കണ്ണ് കാഴ്ചയില്ലാത്തവരെ കണ്ണിനെ കുറിച്ച് അറിയത്തുള്ളൂ. അത് ആരെടുത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. എനിക്ക് മരപ്പണിയായിരുന്നു. ഇപ്പം ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഇതന്നെ എനിക്ക് ദിവസം ഒരു 3 പ്രാവശ്യം കുളിച്ചെങ്കിലേ കണ്ണിൻ്റെ നല്ല കുളുക്കമ കിട്ടത്തുള്ളൂ. പുറത്തു പോകാൻ പറ്റത്തില്ല. ആ ഒരു ഇതിലാണ് ഞാൻ. വരുമാനങ്ങൾ എങ്ങനെ കഴിഞ്ഞു? എൻ്റെ ഭാര്യ നിങ്ങൾക്ക് വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊണ്ടുവരുന്നു. പിന്നെ നമ്മളെ റേഷനരി മേടിക്കുന്നു. ഇത് തന്നെ, വേറെ ഒന്നുമില്ലാതെ ഈ കാണുന്ന തന്നെ ആഹാരങ്ങൾ. കഴിഞ്ഞ 9 ദിവസം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കണക്കല്ല ശരിക്കും. ഒരു കൊച്ചു നിലവിളക്കിൽ കത്തിച്ചിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അത് നോക്കി അവിടെ ഷെഡിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ നമ്മളെ ഈ ജനങ്ങളെ സംരക്ഷിക്കാതെ പിന്നെ ഇവരെല്ലാം എന്താ ഭരണകൂടം ഇവർ പറയട്ടെ, ജനങ്ങളുടെ അടുത്ത് പറയട്ടെ. നമ്മളെ നികുതി കാശല്ലേ ഇവർ ശമ്പളം മേടിക്കുന്നത്. നമ്മളെ നികുതി കാശല്ലേ ഇവർ ശമ്പളം മേടിക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായാലും MLA ആയാലും മന്ത്രി ആയാലും മേടിക്കുന്നത്. അതാ ഞങ്ങളുടെ നേരിൽ മേടിച്ചാൽ എൻ്റെ നികുതി കാശല്ലേ. പിന്നെ എന്തുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റത്തില്ലേ? ഇവർ ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയത്തില്ല, കേന്ദ്രത്തിനും സ്റ്റേറ്റിനും കഴിയത്തില്ലേ. പുറത്താക്കിയപ്പോൾ അവർക്ക് എന്ത് കിട്ടി? അവർക്കൊന്നും കിട്ടിയില്ല. അവർ കിട്ടിയെന്ന് അവർ ചോദിച്ചു. കാരണം അവർ എ സി കിടക്കുന്നത് നമ്മൾ കൊതുകടി കൊണ്ട് ഈ മണ്ണിൽ കിടക്കുന്നില്ല കുഞ്ഞുമക്കളെ. 3 കുഞ്ഞുമക്കളെ ഞാനും ഭാര്യയും തള്ളയും കിടക്കുന്നു. ഇതുവരെ കാണണം. ഇത് നമ്മളെ കേന്ദ്രവും കാണണം, സ്റ്റേറ്റുകളും കാണണം, ഉദ്യോഗസ്ഥന്മാരും കാണണം. ഇവരാരെങ്കിലും ഒരു ദിവസം ഈ മണ്ണിൽ വന്ന് കിടക്കുന്നവർ ചോദിച്ചു നോക്കട്ടെ. ഒരു ദിവസം ഈ മണ്ണിൽ കിടക്കുന്നവർ ചോദിച്ചു നോക്കട്ടെ. എങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. നമ്മൾ വിറ്റാൽ കിട്ടും. എൻ്റെ മൂത്ത മോളെന്ന മാനസികാവസ്ഥയാണ്. ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വയലിനായ ഇവരാരെങ്കിലും ഈ ലൊക്കേഷനിൽ എനിക്ക് വിറ്റ് പോകാൻ പറ്റൂ?
ഇതേണൊക്കെ ഒരു സൈറ്റിൽ പോയാൽ എനിക്ക് ഈ കുട്ടിയെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റുമോ? 3 പടി കുഞ്ഞുങ്ങളാ. ഈ ഭരണകൂടം ആർക്കും അല്ലേ ഇവരെല്ലാം ഭരിക്കുന്നത്? അത് പറയട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയാണോ അത് അവർക്ക് വേണ്ടിയാണോ? ഇവിടെ പാർട്ടിയൊന്നും വേണ്ടല്ലോ, ജനങ്ങളല്ലേ നമുക്ക് വേണ്ടത്. ഇവിടെ പാർട്ടിയെ വേണ്ട നമുക്ക്. ഇതൊരു നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങേയറ്റം വിഷമം തോന്നുന്നു ഈ സർക്കാരിനോട്. കാരണം ഈ ജീവിതത്തിൽ ശരിക്കും ഇവര് ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടും അതിനോടൊപ്പം ഇവരുടെ മകളുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന ബാധ്യതയുമാണ്. അതെ, ഈ ബാധ്യതയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ. ഇപ്പൊ 11,50,000 അടയ്ക്കുന്നതാണ് പറഞ്ഞാണ് എന്റെ വീട് അവർ പൂട്ടിയേക്കുന്നത്. ഞാൻ 7 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. ഇപ്പൊ ഈ കണ്ണിന്റെ അസുഖം വന്നാൽ ഞാൻ കൊണ്ടുവച്ചതല്ല, അത് തോന്നുന്നതാണ്. മാനുഷിക പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. ഒരു ബാങ്ക് ശരിക്കും ഒരു വീട്ടിൽ നിന്ന് കന്നുകാലികളെ പുറത്തേക്ക് ഇറക്കുന്ന പോലെയാണ് ഈ കാലം തുല്യമാക്കിയാണ് എന്നെ ഇട്ടേക്കുന്നത്. എന്നെ 3 കുഞ്ഞുമക്കളെ, എൻ്റെ ഭാര്യനെ, എൻ്റെ മോളെ, മാനസികാവസ്ഥയുള്ള എൻ്റെ മോളെ. അതുപോലെ കാണണം, കണ്ണു തുറന്ന് കാണണം, ഭരണകൂടത്തിരിക്കുന്നതിന് കാണണം. അതാണ് വേണ്ടത്. കുട്ടിക്കൊണ്ടാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ അങ്ങേയറ്റം വിഷമമുണ്ട്. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം വേദന തോന്നും. കാരണം കുഞ്ഞു കുട്ടികളും പ്രായമുള്ള അമ്മയും അടക്കം തന്നെ ഈ മണ്ണിൽ കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. യാതൊരു ഉറക്കമല്ല. നമ്മളെ കാണാൻ വൈകിട്ട് 2 മണിക്ക് 3 മണിക്ക് ഇറങ്ങി വരും. അവർ ആ മക്കളെ വീട്ടിൽ ഇരിക്കുന്നത്. എന്നാലും നമ്മളെ ഈ കിടക്കുന്നത് കണ്ടിട്ട് ഇപ്പം നമ്മളറിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. വീടല്ലേ പൂട്ടിയുള്ളൂ. ഭരണകൂടം കാണണം നമ്മളെ, അല്ലെങ്കിൽ അവർ പറയണം നമ്മൾ മനുഷ്യരല്ലെന്നൊരു പറയട്ടെ. ഈ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അമ്മയുണ്ട്, ഭാര്യയുണ്ട്. ചേച്ചി ശരിക്കും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇത്രയും സങ്കടം തോന്നില്ലേ ചേച്ചി? ഈ ഒരു സങ്കടമുണ്ട്. എൻ്റെ മോളെ കാര്യം ഓർക്കുമ്പോഴേ സങ്കടം. ഞാൻ വീട്ടുവേലയ്ക്ക് പോയ ഞാൻ ആരടുത്തും പറഞ്ഞിട്ട് വീട്ടുവേലയും പിന്നെ തൊഴിലുറപ്പിനും ഒക്കെ പോയ കൊച്ചുങ്ങളെ വളർത്തുന്നത്. ജോലി ചെയ്യാൻ പറ്റത്തില്ല. എത്ര വർഷമായി ജോലിക്ക് പോയിട്ട്? 6-7 വർഷമായി ഇപ്പം തന്നെ ജോലിക്ക് പോയിട്ട്. എൻ്റെ മോളൊക്കെ ഗുളിക മേടിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം, പഠിപ്പിക്കണം, ബസ് ഫീസ് കൊടുക്കണം. ഞാൻ ഓടി കൊടുക്കണമെന്ന് വീട്ടുവേലകൾ ചെയ്യുന്നത്. രാത്രി 9 മണിക്ക് വരെ വീട്ടുവേല ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരിടത്ത് പോയെന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് അലന്ന് 3 വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്തു. പൈസ കിട്ടുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. എൻ്റെ ഭർത്താവിനെ കണ്ടാൽ തോന്നുന്നു സുന്ദരൻ തന്നെ. അയാളെ കണ്ണിന് കാഴ്ചയില്ലാത്ത എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലേ. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ ഞാൻ ജോലി ചെയ്ത് അയാൾക്കും കൂടി ആഹാരം കൊടുക്കുന്നു. ഈ ബാങ്കുകാർ എന്താണ് നിങ്ങളുടെ ഇത്രയും രീതിയിൽ? കാര്യം അത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ സുന്ദര ഇയാൾ ഇറങ്ങി നിന്നിട്ട് പറയുന്നത് ഞങ്ങൾ അടയ്ക്കുമല്ല, ഞങ്ങൾ 5 വർഷം 10 വർഷമായിട്ട് ചോദിച്ചു, ഞങ്ങൾ 10 വർഷത്തിനകം അടയ്ക്കും. നിങ്ങൾ ഇനി എന്തെങ്കിലും നിയമ നടപടി ചെയ്യുമെന്ന് ഒരേ നോട്ടീസ് വരുമ്പോൾ ഇയാൾക്ക് അറിഞ്ഞൂടാ, വായിക്കാൻ അറിഞ്ഞൂടത്തോണ്ട് മേടിച്ച് പെട്ടിയിലിടും. അതാരത്തൊക്കെ വന്ന് ഇയാൾ പെട്ടിയിലിട്ട് ഈ വായിക്കാൻ അറിഞ്ഞൂടത്തോണ്ട് മേടിച്ച് പോട്ടി. ഇങ്ങനെ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നീ ആരെങ്കിലും കൊണ്ടുവന്ന് വായിച്ചിട്ട് അതെന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയൊക്കെ സംഭവിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞ് നിങ്ങൾ അടയ്ക്കണം, ഞങ്ങൾ ഇറക്കി വിടും എന്നും പറഞ്ഞ് ഞങ്ങൾ അടയ്ക്കാം, 6 മാസത്തെ സമയം താ എന്നൊക്കെ പറയുന്നേട്ട്. എവിടുന്നാ എന്തോ എന്നാലും പറഞ്ഞ്. എന്നിട്ടാവും 6 മാസത്തിന് 1 മാസം പോലും അതിലരുമ്പോൾ വന്ന് ഇറക്കി താക്കോലും പൊട്ടിക്കൊണ്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ വരെ അവരെ ബുക്കും ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഇറങ്ങാം. കൊച്ചുങ്ങൾ ബുക്കുകളൊക്കെ പറയും, കൊച്ചുങ്ങളെ ചേരുപ്പും കുറേ ബുക്കൊക്കെ അതിൽ കിടക്കുന്ന. എത്ര വയസ്സുള്ള? 35. ഓക്കെ. സുഖമില്ലാത്ത കുട്ടിയാണല്ലേ? സുഖമില്ലാത്തൊരു കുട്ടിയാണ്. 35 വയസ്സ് പ്രായമുള്ളൊരു മോളുണ്ട്, ഒരു അമ്മയുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടില്ല, 2 ഓപ്പറേഷൻ ചെയ്ത കൊച്ചാണ്. ഒരു കട്ടാളത്തിനുണ്ടാക്കി പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. 17 2 മക്കളെ പേരിച്ച് ഒരു പെണ്ണിനും പേരിച്ച് സുഖം മാറ്റി. നമുക്ക് സഹായിക്കാനുണ്ടാ? അത് അമ്മ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ശരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുട്ടിക്ക് സുഖമില്ലാത്തതാണ്. ആ കുട്ടിയുടേതാണ് ഈ 3 മക്കളും. ആദ്യത്തെ കുട്ടികൾ ഇരട്ടകളായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ഒരു ചെറിയ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് മറ്റൊരു അവസ്ഥയിലേക്ക് ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഏതായാലും ഈ വീട് ഇപ്പോൾ ഇത്തരത്തിൽ ജപ്തിയായിരിക്കുന്നു. ഈ വീടിന് പുറത്ത് കാണുന്ന ചെറിയൊരു ഷെഡിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സാധനങ്ങളൊക്കെ തന്നെ അവിടെ വെക്കുമ്പോൾ തന്നെ അവർക്ക് അവിടെ കിടക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഈ വെറും മണ്ണിലാണ് കഴിഞ്ഞ 9 ദിവസമായി ഇവർ കിടന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ മെമ്പർ അടക്കമുള്ളവർ ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. ബാങ്ക് നടപടിയല്ലേ, ബാങ്കാണ് ഇത്തരത്തിൽ തീരുമാനിച്ചത്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ ഈ വസ്തുക്കളൊക്കെ തന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വാരി വലിച്ച് ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെമ്പറെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ഹലോ, നമസ്കാരം, ജവാബ് മെമ്പറാണോ?
അതെ. നമസ്കാരം, ഇത് വിസ്മയ ന്യൂസ് എന്ന് വിളിക്കുകയാണേ. ആ. ഓക്കെ, നമ്മുടെ വാർഡിൽ ഇവിടെ ദിനേശ് എന്ന് പറയുന്നൊരു ചേട്ടൻ കഴിഞ്ഞ 9 ദിവസമായി വീടിന് പുറത്താണ് കഴിയുന്നത്. അറിഞ്ഞിരുന്നോ? ജപ്തി. ഓക്കെ, നിങ്ങളിവിടെ വന്നിരുന്നോ? എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചായിരുന്നു. ആണോ? അല്ല, വന്നിരുന്നോ ഇവിടെ? ഈ ഒരു അവസ്ഥ നമുക്ക് ശരിക്കും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു സാമാന്യ ബാങ്കിന്റെ പ്രൊസീജിയർ അല്ലേ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോൺ എടുത്തത് ഇപ്പോ ഇനിയിപ്പോ അത് ഞാനിപ്പോ വിളിച്ചിരുന്നു, ഞാൻ അതിന്റെ കേരള ബാങ്ക് ഞാൻ വിളിച്ചു. അവര് ആർബിട്രേഷൻ നടപടി നടത്തിയതാണ്. അപ്പം അവർക്ക് ഓർഡർ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട്, ജപ്തി നടപടി ചെയ്താലും അവർ ഒഴിച്ചുവിടാൻ പാടില്ല. ജപ്തി നടപടി ഒഴിച്ചുവിടാൻ പാടില്ല, പക്ഷെ നമുക്കറിയാം. പക്ഷെ അവർ വളരെയധികം എന്താ പറയാ, മനുഷ്യനോട് ഒരു മാനസിക പരിഗണന എന്നുള്ള രീതിയിലായിരുന്നില്ല, വളരെ ബലാത്കാരമായ രീതിയിൽ തന്നെയാണ് അവരെ വീടിന് പുറത്താക്കിയതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് പല പ്രാവശ്യം അവർക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, പല പ്രാവശ്യം എന്ന് പറഞ്ഞു, അവധി കേട്ടു. അതിനുശേഷമാണ് അവര്, എനിക്ക് തോന്നുന്നു ഈ കേരള ബാങ്കിന്റെ എന്തോ സർഫാസ് ആക്ടോ അങ്ങനെ കണ്ടൊരു ആക്ട് ഉണ്ട്, അതനുസരിച്ച് അവര് കോടതിയിൽ നിന്ന് കമ്മീഷൻ വന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്, ബാങ്കുകാർ മാത്രമല്ല. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കൾ ഇതുവരെ ഇവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ശരി ശരി ശരി. ഓക്കെ, നമുക്കറിയാം വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്, അങ്ങേയറ്റം നല്ല രീതിയിലുള്ള ചൂടാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ കുഞ്ഞുങ്ങൾ പുറത്ത് 9 ദിവസം കഴിയുന്നു. അതോടൊപ്പം തന്നെ അവർ പഠിക്കാനുള്ള അവരുടെ പുസ്തകങ്ങൾ, അവരുടെ കളിപ്പാട്ടങ്ങൾ, അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം. അങ്ങേയറ്റം വിഷമവും വേദനയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ശരിക്കും ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവരാകെപ്പാടെ വേദനിക്കുകയാണ്. അതോടൊപ്പം ഈ ചേട്ടൻ്റെ പണിസാധനങ്ങളൊക്കെ തന്നെ ഇവിടെയായിരുന്നു തന്നെ സൂക്ഷിച്ചിരുന്നത്, ഇവിടെയായിരുന്നു അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. പിന്നീട് കോവിഡും വന്നു, ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത. ഈ അവസ്ഥകളൊക്കെ തന്നെ നമ്മൾ ബാങ്ക് അധികൃതരെ ഇവർ സൂചിപ്പിച്ചതാണ്, ഇദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചും ഒക്കെ തന്നെ സൂചിപ്പിച്ചതാണ്. പക്ഷെ അവർ കാണിച്ച ഒരു നടപടി ശരിക്കും തൊഴുത്തിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത്. 9 ദിവസമായി പുറത്ത് കഴിയുന്നു, യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും നൽകിയിട്ടില്ല. ഏതായാലും അധികാരികൾ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഞങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുകയാണ്. വേണ്ട നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. ക്യാമറമാൻ വിപിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.